ഹായ് ഫ്രണ്ട്സ്, ഈ പുഴയും കണ്ണ് സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ഗംഗയുടെയും വിനീതിൻ്റെയും കല്യാണം കഴിഞ്ഞ് ശാരദയുടെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ് അവർ. കാവേരി പറയുന്നു, വിനീതേട്ട ഗംഗേജി ജയബാലങ്ങളുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറയണം. ആ സമയത്ത് ജയബാലൻ ദേഷ്യത്തോട് കൂടിയിട്ട് നിൽക്കുക കേട്ടോ. അതേസമയം ജയബാലൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ഈ അങ്കിളെ പോവല്ലേ, അനുഗ്രഹിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് കാവേരി പിടിച്ചു നിർത്തുന്നുണ്ട്. അങ്ങനെ ജയബാലൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് അവർ. വലിയ ആളല്ലേ ജയബാലങ്കൾ, ഇവരെ അനുഗ്രഹിക്കൂ എന്ന് കാവേരി പറയുമ്പോൾ ജയബാലൻ അവരെ നോക്കി പുഞ്ചിരിച്ച് തലയിൽ കൈവെക്കുന്നുണ്ട് കേട്ടോ. അനുഗ്രഹിക്കുന്നൊന്നുമില്ല, അതായത് മനസ്സിൽ എന്തെന്നും പറയുന്നൊന്നുമില്ല, തലയിൽ കൈ വെക്കുന്നുണ്ട് എന്താണെങ്കിലും. എന്നിട്ട് കാവേരി പറയുന്നുണ്ട്, കാശ് കൊടുക്കുക അങ്കിളെ, അനുഗ്രഹിച്ചതൊക്കെയല്ലേ ഒരു സന്തോഷത്തിന്, അങ്കിളിൻ്റെ കൈ കൊണ്ട് ക്യാഷ് കൊടുക്കുക ഇവർക്ക് എന്ന് പറയണം. അപ്പോൾ ജയബാലൻ ഇങ്ങനെ പോക്കറ്റിൽ തപ്പുക കേട്ടോ, അത് വേണോ വേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കാവേരി തന്നെ ജയബാലൻ്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ജയബാലിൻ്റെ ക്യാഷ് എടുത്തുകൊണ്ട് കയ്യിൽ കൊടുക്കുകയാണ്. നാട്ടുകാരെല്ലാവരും നോക്കി നിൽക്കുന്നത് കൊണ്ട് മറുത്തൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ജയബാലനാണെങ്കിൽ ഗംഗയുടെ കയ്യിലേക്ക് ക്യാഷ് വെച്ച് കൊടുക്കുന്നുണ്ട്. ജയബാലൻ പറയുന്നുണ്ട്, നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ രണ്ടു പേർക്കും എന്ന് പറയാണ്. ജയബാലൻ ഇവരുടെ ഹണിമൂണിൻ്റെ ചിലവിനുള്ള കാശും കൂടി കൊടുക്കണേ ജയബാലൻ അങ്കിളെ എന്നിങ്ങനെ കാവേരി പറയുമ്പോൾ ജയബാലനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കണ്ട് പുഞ്ചിരിച്ച് നോക്കി നിൽക്കട്ടോ നിവീനും. കാവേരി ഉറക്കെ ചോദിക്കുന്നുണ്ട്, അങ്കിളെ എൻ്റെ അച്ഛൻ്റെ പണമല്ലേ, കൊടുക്കാൻ വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിക്കണം. അപ്പോൾ ജയബാലൻ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് വിനീതിനെയും ഗംഗയെയും കൂട്ടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് സംസാരിച്ച് എല്ലാവരും ക്ഷേത്രത്തിന് പുറത്തേക്ക് വരുന്നുണ്ട്. ഗംഗയും ശാരദയും വിഷമത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. വിനീത് പറയുന്നു, അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം അമ്മായി എന്ന് പറയുമ്പോൾ എവിടെ പോകുന്നെന്ന് നിള ചോദിക്കട്ടോ. വിനീത് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നിള ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഗംഗ ചേച്ചിയോ? വിനീത് പറയാണ്, ഗംഗ ചേച്ചിയും എൻ്റെ കൂടെ വരും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ വിനീതേട്ടൻ നിൻ്റെ ഗംഗ ചേച്ചിയും കൂട്ടി വിനീതേട്ടൻ്റെ വീട്ടിലേക്ക് പോകുവാണ്, ഇനി നിൻ്റെ ചേച്ചി അവിടെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ നീളമോളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗംഗേനെ ഉമ്മ വെക്കുക കേട്ടോ, സങ്കടപ്പെട്ട് നിൽക്കണം. അതേസമയം ശാരദയും കരഞ്ഞുകൊണ്ട് ഗംഗയുടെ നെറുകയിലൊക്കെ ഉമ്മ വെക്കുന്നുണ്ട്. കാവേരിയും യമുനയും നിളയും ഒക്കെ കരഞ്ഞുകൊണ്ട് ഗംഗയെ കെട്ടിപ്പിടിക്കുകയാണ്. ശാരദ ചോദിക്കുകയാണ്, സുജാത നല്ല ദേഷ്യത്തിലാണ്, ഇപ്പോൾ ഇവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നാൽ എനിക്ക് പേടിയാകുന്നു എന്ന് പറയുമ്പോൾ വിനീത് പറയുന്നുണ്ട്, അമ്മായി വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം, ഞാനുണ്ടല്ലോ കൂടെ എന്ന് പറയാണ്. ആ സമയത്ത് ശാരദ പറയുന്നുണ്ട്, ഗംഗയെ എന്തെങ്കിലും പറയുമോ എന്നാ എൻ്റെ പേടി. വിനീത് പറയുന്നുണ്ട്, ഗംഗയെ ഒന്നും പറയാതെ ഞാൻ നോക്കിക്കോളാം അമ്മായി, വിഷമിക്കാതിരിക്കുക എന്ന് പറയണം. മുത്തശ്ശി പറയുന്നുണ്ട്, കാവേരി നീയും കൂടി പോയിട്ട് വാ. ശാരദ കാവേരിയോട് പറയണ്ടാ, നോക്ക് സുജാത എന്ത് പറഞ്ഞാലും മിണ്ടാതെ നിന്നോളണം, എതിർത്ത് സംസാരിക്കരുത്. ശരിയെന്ന് കാവേരി പറയുമ്പോൾ വിനീത് പറയണം, അമ്മായി ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ എല്ലാവരെയും നോക്കിയിട്ട് ഗംഗയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് വിനീത്. ഗംഗ വളരെ വിഷമത്തോട് കൂടിയിട്ട് എല്ലാവരെയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാവേരിയും നിവിനും ഒപ്പം പോകുകയാണ്. നിവിൻ്റെ കാറിലാണല്ലോ പോകുന്നത്. തുടർന്ന് നിവിൻ്റെ കാറിൽ ഗംഗയും വിനീതും കാവേരിയും കൂടി സുജാതയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവരെ കണ്ട് ഞെട്ടി ഗീത ഉറക്ക അമ്മയെ പുറത്തേക്ക് വരാനായിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ടെൻഷനോട് കൂടിയിട്ട് നിൽക്കുമ്പോൾ ഗീത പറയണം, അമ്മ വരുമ്പോൾ വെറും കൈയോടെ വരണ്ട, ആരതി തട്ടെടുത്തോണ്ട് വന്നേക്ക്, അമ്മയുടെ മകനും മരുമകളും വന്നിട്ടുണ്ട് എന്ന് പറയണം. പുറത്തേക്ക് ഇറങ്ങി വന്ന സുജാതയാണെങ്കിൽ വളരെ ദേഷ്യത്തിലാണ് വരുന്നത്. ഇവരെ കണ്ടിട്ട് ഞെട്ടി വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. വിനീത് ഗംഗയുടെ കയ്യിലേക്ക് മുറുകെ പിടിക്കുന്നുണ്ട്. ഗംഗയും അതുപോലെ വിനീതിൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുജാത കരഞ്ഞുകൊണ്ട് ഗംഗയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കുകയാണ്. വാ എന്നും പറഞ്ഞ് ഗംഗയുടെ കൈയും പിടിച്ച് സുജാതയുടെയും ഗീതയുടെയും അരികിലേക്ക് വരികയാണ് വിനീത്. ഒപ്പം നിവിനും കാവേരിയും വരുന്നുണ്ട്. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് വിനീതും ഗംഗയും സുജാതയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാനായിട്ട് വരുമ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് സുജാത പറയണം, അങ്ങോട്ടേക്ക് മാറി നിൽക്കടാ. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോട് കൂടിയിട്ട് സുജാതയെ നോക്കുമ്പോൾ സുജാത ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇറങ്ങിപ്പോടാ, ഈ വീട്ടിൽ കാല് കുത്തിപ്പോകരുത് എന്ന് പറയണം. ഗീത പറയുന്നുണ്ട്, ആഗ്രഹിച്ചതുപോലെ കല്യാണം നടത്തിയല്ലേ, ഞങ്ങളുടെ വിനീതിനെ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്തു അല്ലേ. കാവേരി പറയുന്നുണ്ട്, ആ സമയത്ത് ആരും തട്ടിയെടുത്തിട്ടൊന്നുമില്ല, ആചാരപ്രകാരം വിനീതേട്ടൻ ഗംഗേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സുജാത വളരെയധികം ദേഷ്യത്തിലാണ് പറയുന്നത്, എന്ത് ആചാരപ്രകാരം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഗംഗയെ പെണ്ണ് ചോദിച്ചതല്ലേ, പണത്തിൻ്റെ അഹങ്കാരത്തിൽ നിന്റെ അച്ഛൻ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞതല്ലേ, അന്ന് നിന്റെ ചേച്ചിയെ തന്നിരുന്നെങ്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നേനെ. അപ്പോൾ അങ്ങനെയൊന്നും
തോന്നുന്നു. അങ്ങനെയല്ലല്ലോ, എൻ്റെ സമ്മതമില്ലാതെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് നിന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ ആരതി എടുക്കുമെന്ന് കരുതിയോ? പോടി, ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ ഗംഗയും കാവേരിയും ഒക്കെ ആട്ടി പായിപ്പിക്കുക കേട്ടോ. ആ സമയത്ത് നിവിൻ പറയുന്നുണ്ട്, ആൻറ്റി ഇവരുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി എന്തിനാണ് ഇങ്ങനെ വഴക്ക് പറയുന്നത്? സന്തോഷമായിട്ട് ആൻറ്റി ആരതി ഒഴിഞ്ഞ് ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ എന്ന് പറയുമ്പോൾ സുജാത പറയണം, നീ മിണ്ടാതെ നിൽക്കടാ, നീ ആരാടാ ഇതിൽ തലയിടാൻ? നിന്റെ ഇഷ്ടത്തിനൊക്കെ ഇവൻ ഇപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്നത്. നീ ഇതുപോലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നാൽ നിന്റെ അമ്മയുടെ ഇഷ്ടമില്ലാതെ താലി കെട്ടിയാൽ നിന്റെ അമ്മ നിന്നെ വീട്ടിൽ കയറ്റുമോ? നിവിൻ മനസ്സിൽ ഇങ്ങനെ പറയാണ്, അങ്ങനെ ഒരു കാര്യം ഉടനെ നടക്കാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. കാരണം കാവേരിയെ നോക്കിയിട്ടാണ് പറയുന്നത്. വിനീത് അമ്മയെ എന്ന് വിളിക്കുമ്പോൾ സുജാത പറയാണ്, നീ മിണ്ടരുത്, എന്നെക്കാട്ടിലും വലുത് ഇവളാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയോ എന്ന്, നീ ഇവിടെ നിന്ന് ഇറങ്ങിയോ അന്നത്തോടെ എല്ലാം തീർന്നു, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, നീ എനിക്ക് ആരുമല്ല, ഞാൻ നിന്നെ പ്രസവിച്ചിട്ടില്ല എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചോളാം. അങ്ങനെ പൊട്ടിക്കറിഞ്ഞ് സുജാത പറയണം, എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിൽക്കാതെ പോടാ, ഞങ്ങൾക്കിനി ആരുമില്ല, എനിക്കിനി ഇങ്ങനൊരു മകനില്ല, ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ, പോടാ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് സുജാത ഇങ്ങനെ പറയാട്ടോ. നിവിനാണെങ്കിൽ അല്ല വിനീതാണെങ്കിൽ പൊട്ടിക്കറിഞ്ഞ് സുജാതയുടെ കാല് പിടിച്ച് പറയണം, എന്നോട് ക്ഷമിക്കമ്മേ. സുജാത പറയുന്നുണ്ട്, പോടാ ഇറങ്ങിപ്പോ, ഇനി എൻ്റെ മുഖത്ത് നോക്കി പോകരുത്, പൊക്കോ, എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് പോലും വരരുത്, ഞാൻ മരിച്ചാൽ പോലും നീ ഈ വീട്ടിലേക്ക് വരരുത്, വന്നു പോവരുത്, നീ എന്നെ കാണാൻ വരണ്ട, പോടാ ഇറങ്ങി പോവാനല്ലേ നിന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവനെ ആട്ടി ഓടിക്കുകയാണ്. സുജാതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണെങ്കിൽ വിനീത് പറയുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കുക. പൊട്ടിക്കരഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് സുജാത പറയണ, ഇറങ്ങിപ്പോടാ, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതിനുള്ള പ്രതിഫലം തന്നല്ലോ. ഗീത പറയുന്നുണ്ട്, വിനീതേ ഇനി നീ ഗുണം പിടിക്കില്ല, നിനക്ക് ഒരു വിലയും തരാത്തൊരു കുടുംബത്തിലെ പെണ്ണിനെയാണ് നീ കെട്ടിയിരിക്കുന്നത്, നിന്നെ അവർ അടിമയെ പോലെ കാണും, അപ്പോഴേ നീ ഞങ്ങളുടെ വില തിരിച്ചറിയൂ എന്നിങ്ങനെ പറയുമ്പോൾ വിനീത് കരഞ്ഞുകൊണ്ട് അമ്മയെന്ന് വിളിക്കണം. സുജാത പറയുന്നുണ്ട്, ഇനി നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത്, ഇനി എനിക്ക് ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ, നിന്റെ കല്യാണം എങ്ങനെ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, എല്ലാം നശിപ്പിച്ചില്ലേ, എൻ്റെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് എൻ്റെ ശാപം വാങ്ങി ഒരു ജീവിതം തുടങ്ങാൻ പോവുകയല്ലേ നീ, നിങ്ങൾ ഗുണം പിടിക്കത്തില്ലണ്ട, നശിച്ചു പോകത്തേ ഉള്ളൂ, അമ്മ അങ്ങനെ പറയില്ല അമ്മ എന്ന് പറഞ്ഞ് വിനീത് ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ നിവിൻ ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി ഇത്, ആൻറ്റിയുടെ മകനല്ലേ ഇത്, ഇങ്ങനെ ശപിക്കാതെ എന്ന് പറയുമ്പോൾ സുജാത പറയണ, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ എന്തിനാണ് കരയുന്നത്, ഇങ്ങനെ ഒരു പാപിയെ ആണല്ലോ ഞാൻ എൻ്റെ വയറ്റിൽ കൊണ്ടു നടന്ന് പ്രസവിച്ചത് വളർത്തിയത്, ഇറങ്ങി പൊക്കോ ഇവിടെ നിന്ന്, അമ്മ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടെന്ന് ഓർത്താൽ ഈ ഭാഗത്തേക്ക് വന്നു പോകരുത്, ഇറങ്ങിപ്പൊക്കോ, ഞാനൊരു മകനെ പ്രസവിച്ചു, ഒരു വഞ്ചകിയെ വിശ്വസിച്ച് അവൻ നശിച്ചു പോയി എന്ന് ഞാൻ വിചാരിച്ചു കൊള്ളാം, ഇനി എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല എന്നൊക്കെ പറയണം. വിനീത് കരഞ്ഞുകൊണ്ട് അമ്മയെ എന്ന് വിളിക്കുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ പൊട്ടിക്കരയാട്ടോ. എന്നിട്ട് വിനീത് ഗംഗയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ഇത് കണ്ട് സുജാത പറയുന്നുണ്ട്, എടി വിനീതിൻ്റെ കയ്യിലേക്ക് ഗംഗ പിടിക്കുന്നുണ്ട് കേട്ടോ. എടി നാടകക്കാരി, എൻ്റെ മകനെ നീ ഇങ്ങനെ വളച്ചെടുത്തില്ലേടി, എൻ്റെ ശാപം നിന്നെ വെറുതെ വിടില്ലടി, ഇറങ്ങിപ്പോടി, നിങ്ങൾ നല്ലതായി ജീവിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ, നിങ്ങൾ ഒരിക്കലും നന്നായി ജീവിക്കത്തില്ലടി എന്ന് പറയണം. വാടി എന്ന് പറഞ്ഞ് ഗീതയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവാണ്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കാമോ എന്ന് പറഞ്ഞ് വിനീത് കരഞ്ഞുകൊണ്ട് സുജാതയുടെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. കാവേരി പറയുന്നുണ്ട്, അപ്പച്ചി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, പോടാ എന്ന് പറയാണ്. വിനീതിനെ തള്ളി മാറ്റിക്കൊണ്ട് ഗീതയും അങ്ങനെ സുജാതയും അകത്ത് കയറി വാതിലടക്കുകയാണ്. ആര് പറയുന്നതും കേൾക്കുന്നില്ല. വാതിൽ തട്ടി പൊട്ടിക്കരഞ്ഞ വിനീത് പറയുന്നുണ്ട്, അമ്മേ കതക് തുറക്കമ്മേ. വിനീതിനെ ചേർത്ത് പിടിച്ചോടെ നിവിൻ പറയണം, വിനീതെ കരയാതെ വാ, നമുക്ക് പോകാം എന്ന് പറയണം. വിനീതേട്ട, സത്യമായിട്ടും അപ്പച്ചിയാണോ വിനീതേട്ടനെ പ്രസവിച്ചത്, ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും തവിട് കൊടുത്ത് വാങ്ങിച്ചതാണോ? ഞങ്ങളോടുള്ള ദേഷ്യം എന്തിനാണ് വിനീതേട്ടനോട് കാണിക്കുന്നത്? വിനീത് പൊട്ടിക്കരയുമ്പോൾ കാവേരി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, വിനീത നീ കരയാതെ, നീ വാ, എൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട്, എന്തിന്, അവിടെ നിവിൻ്റെ അമ്മയ്ക്കും ഇതേ സ്വഭാവമാണ്. നിവിൻ പറയാണ്, വീട്ടിലേക്കല്ല, അവിടെ ഹോം സ്റ്റേ റൂം ഉണ്ടല്ലോ, ഇവരെ അവിടെ താമസിപ്പിക്കാം, ഒരാഴ്ച അങ്ങനെ പോകട്ടെ, അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം എന്ന് പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട്, അതെന്തിനാ, വിനീതേട്ടനും ഗംഗ ചേച്ചിക്കും ഒരു വീടുണ്ടല്ലോ, അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ, അതെങ്ങനെയാ കാവേരി എന്ന് വിനീത് ചോദിക്കുമ്പോൾ കാവേരി ചോദിക്കുകയാണ്, നിവിൻ്റെ ഹോം സ്റ്റേ ഓക്കെ ആണോ? അല്ല എന്ന് വിനീത് പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട്, പിന്നെ എങ്ങനെയാ വിനീതേട്ടാ, ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം, പിന്നെ നോക്കാം എന്താ വേണ്ടെന്ന് ആലോചിക്കാം, ഗംഗേച്ചി വിനീതേട്ടാ വാ, നിങ്ങൾ കരയാതെ. അങ്ങനെ വിനീതിനെയും ഗംഗയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കാവേരിയും നിവിനും. വിനീത് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്, ആരും വാതിൽ തുറക്കുന്നില്ല. പിന്നീട് കാവേരി വരുന്നത് കാത്തു നിൽക്കുകയാണ് ശാരദയും മുത്തശ്ശിയും നിളയും യമുനയൊക്കെ കേട്ടോ. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് നിവിനും കാവേരിയും വിനീതും ഗംഗയും. അവരെ കണ്ട് വിഷമത്തോട് കൂടിയിട്ടാണ് ശാരദയും മുത്തശ്ശിയൊക്കെ നിൽക്കുന്നത്. ഗംഗയും വിനീതിനെയും കൂട്ടി അകത്തേക്ക് വരികയാണ്. മുത്തശ്ശി പറയുന്നു, ശാരദയെ പോയി ആരതി എടുത്തുകൊണ്ട് വാ. ശാരദ ആരതി എടുക്കാനായിട്ട് പോവാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ വാ. ആരതിയുമായി അവിടേക്ക് വന്ന ശാരദ കാവേരിയുടെ കയ്യിലേക്ക് ആരതി തട്ട് കൊടുക്കുകയാണ്. വിനീതും ഗംഗയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. കാവേരി സന്തോഷത്തോട് കൂടിയിട്ട് അവർക്ക് ആരതി ഒഴിഞ്ഞു കൊടുക്കുകയാണ്.
ശേഷം അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുക കേട്ടോ എല്ലാവരും. അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഇവർ ഊഹിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെയൊക്കെ സെറ്റാക്കിയത്. എന്നിട്ട് പിന്നെ എല്ലാവരും അരവിന്ദിൻ്റെ ഫോട്ടോൻ്റെ അടുത്തേക്ക് വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അരവിന്ദിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്ന ഗംഗ ഇടയ്ക്ക് വിനീതിനെ നോക്കുന്നുണ്ട്. വിനീതിനെ ഒന്ന് വേണ്ട എന്ന് പറഞ്ഞതും അരവിന്ദന് ഗംഗയെ വിനീതിന് കൊടുക്കില്ല എന്ന് പറഞ്ഞതും എല്ലാം ഓർക്കുകയാണ് ഗംഗ. സുജാതയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം വിനീതും നിവിനും വിനീതും നിവിനും കാവേരിയും മുത്തശ്ശിയോടും ശാരദയോടും പറയണം. മുത്തശ്ശി പറയുന്നുണ്ട്, സുജാത സ്വീകരിക്കില്ലെന്ന് എനിക്ക് തോന്നി വിനീതെ. കല്യാണം കഴിഞ്ഞ് നിനക്ക് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പോകാൻ പറഞ്ഞത്. ശാരദ ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, സുജാത വല്ലാതെ ദേഷ്യപ്പെട്ടു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കാവേരി പറയണേ, കുറച്ചേ ഉള്ളൂ അമ്മേ, ഞാൻ ഇതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചതാണ്. വിനീത് പറയണം, അമ്മായി 2 ദിവസമേ സമയം തരാവൂ, അപ്പോഴേക്കും സമയം തരണം, അപ്പോഴേക്കും ഞാനൊരു വീട് കണ്ടുപിടിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്രയും വലിയ വീടുള്ളപ്പോഴോ? വിനീത് പറയണം, അമ്മമ്മ അത് ശരിയാകില്ല, അമ്മ എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് ചിന്തിച്ചിട്ടാണോ എന്ന് ശാരദ ചോദിക്കുമ്പോൾ വിനീത് പറയണം, അങ്ങനെയല്ല അമ്മായി, എന്നും ഇവിടെ കഴിയാൻ പറ്റില്ലല്ലോ. മുത്തശ്ശി പറയണം, ഇത് നിൻ്റെയും കൂടി വീടല്ലേ, നീ ഈ വീട്ടിലെ പയ്യനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൺതുണയില്ലാത്ത ഈ വീട്ടിൽ നീ ഉള്ളതൊരു സമാധാനമാണ്, നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നിവിൻ ചോദിക്കുകയാണ്, ഞാനും വരട്ടെ മുത്തശ്ശി, അപ്പോൾ ഡബിൾ സമാധാനം ആകുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ചിരിക്കുകയാണ്. അപ്പോൾ നിവിൻ പുഞ്ചിരിച്ച് കാവേരിയെ നോക്കുന്നുണ്ട്. കാവേരി സംശയത്തോട് കൂടിയിട്ട് നിവിനെ ഇങ്ങനെ നോക്കുകയാണ്. മുത്തശ്ശി പറയാണ്, ശാരദ പാലും പഴം എടുത്തുകൊണ്ട് വാ, യമുനയും നിളയും സന്തോഷത്തോട് കൂടിയിട്ട് വിനീതിനോട് സംസാരിക്കാം കേട്ടോ. ശാരദ പാലും പഴമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പാലും പഴവും കൊണ്ടുവരികയാണ് ശാരദ. പാലെടുത്തിട്ട് ഗംഗയൊന്ന് നോക്കിയിട്ട് അത് കുടിക്കാനായിട്ട് മടിച്ചിരിക്കുകയാണ് വിനീത്. കുടിക്കുന്ന കാവേരി പറയുമ്പോൾ പാല് കുടിച്ചിട്ട് ബാക്കി പാല് ഗംഗയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് വിനീത്. വിനീതിനെ ഒന്ന് നോക്കിയിട്ട് ഗംഗ അത് വാങ്ങുമ്പോൾ എല്ലാവരും ഗംഗയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഗംഗ ആ പാല് കുടിക്കുമ്പോൾ വിനീത് സന്തോഷത്തോട് കൂടിയിട്ടിരിക്കുകയാണ്, ചിരിക്കുകയാണ്. പഴം എടുത്ത് കഴിച്ചിട്ട് ബാക്കി പഴം ഗംഗയ്ക്ക് കൊടുക്കുകയാണ് വിനീത്. ഗംഗ ആ പഴം കഴിക്കുമ്പോഴും സന്തോഷമാണ് എല്ലാവർക്കും. അതേസമയം അവിടെ അരികിൽ നിന്നിട്ട് നിവിന് സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശേഷം എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടൊക്കെ ഫോട്ടോ എടുക്കുകയാണ് നിവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഫോട്ടോസ് നോക്കുകയാണ് കാവേരി. അപ്പോൾ നിവിനാണെങ്കിൽ ഇടയ്ക്ക് കാവേരിയെ സൂം ചെയ്തിട്ട് കാവേരിയെ മാത്രമൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കാവേരിയും നിവിനും മാത്രം ഫ്രെയിമിൽ വരുന്ന രീതിയിലൊക്കെ സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാവേരി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കാവേരി ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അതിൽ കൂടുതൽ ഫോട്ടോസും കാവേരി തനിച്ചുള്ളത് കാണുകയാണ്. അത് കണ്ടിട്ട് കാവേരി നിവിനെ അങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാവേരി ഒന്ന് നോക്കിയിട്ട് തല താഴ്ത്തുകയാണ് നിവിന്. ശാരദ നിവിനോട് പറയുന്നുണ്ട്, ഈ ദിവസം മുഴുവൻ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നു, നന്ദിയുണ്ട് മോനെ. നിവിൻ പറയണത് നന്ദിയൊന്നും വേണ്ട, എന്തിനാ ഇതെല്ലാം, ഇതൊക്കെ ഓർമ്മയിൽ വെച്ച് ഞാനൊരു കാര്യം ഒരു ദിവസം ചോദിക്കും, അന്ന് നിങ്ങളത് എനിക്ക് ചെയ്തു തന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ എന്താ നിവിനെ എന്ന് വിനീത് ചോദിക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട്, പിന്നെ പറയാം വിനീത് എന്ന് പറയണേ. ഗംഗ ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ അകത്തേക്ക് പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ വാ എന്ന് പറഞ്ഞ് ഗംഗയെ കൂട്ടിയിട്ട് അകത്തേക്ക് പോവാണ്. അപ്പോൾ നിവിൻ പുഞ്ചിരിച്ച് കാവേരി അങ്ങനെ നോക്കുന്നുണ്ട്. കാവേരിയും നിവിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നിവിനെയും കാവേരിയും ശ്രദ്ധിക്കുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് വിനീത് സംശയത്തോട് കൂടിയിട്ട് രണ്ടുപേരെയും നോക്കുകയാണ്. കാവേരി ആണെങ്കിൽ നിവിൻ്റെ ഫോൺ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം പിന്നീട് കാവേരി പറയുന്നുണ്ട്, നിവിനോട് പറയുന്നുണ്ട്, ആ ഫോണിലെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യണം, എന്തിനാണ് അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, അത് ഇതിലിരുന്നോട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, എൻ്റെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തേക്ക് എന്നൊക്കെ പറയട്ടെ. പിന്നീടാണെങ്കിൽ ശാരദ കാവേരിയെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഗംഗയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കാവേരി ചോദിക്കണം, എന്ത് കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. അമ്മ എന്താണ് അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഗംഗേച്ചിക്ക് എന്തെങ്കിലും വല്ല അസുഖം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരദ പറയുന്നുണ്ട്, കല്യാണം പെട്ടെന്ന് നടന്നു, ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് കല്യാണം നടന്നത്, അതാ ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ കാവേരി പറയണം, ചേച്ചി ഇതുവരെ ഒന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല, ചേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുമില്ല, കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്ത് പറയാനാണ്, അതുകൊണ്ടായിരിക്കും മിണ്ടാതിരിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, അവൾക്ക് വിധിച്ചിരിക്കുന്നത് വിനീതാണ്, അതുകൊണ്ടാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ വിനീത് തന്നെ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് അവിടേക്ക് വരുന്ന രാധമ്മയും അതായത് മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. ശാരദ നീ ഇങ്ങനെ മാറി നിന്നാൽ എങ്ങനെയാണ്, ഇനിയും ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ഇനി എന്ത് ചടങ്ങാണ് എന്ന് ശാരദ ചോദിക്കുമ്പോൾ രാധമ്മ പറയുന്നുണ്ട്, ഇനിയല്ലേ പ്രധാനപ്പെട്ട ചടങ്ങ്. ഇത് കേട്ട് ശാരദ സംശയത്തോട് കൂടിയിട്ട് നിൽക്കുമ്പോൾ കാവേരി പുഞ്ചിരിച്ച് ഇങ്ങനെ തലയിടണ എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അച്ഛമ്മ പറയുന്നുണ്ട്, കാവേരി നീ അകത്തിപ്പോൾ എന്നെന്തിനാ മുത്തശ്ശി പറഞ്ഞയക്കുന്നത് എന്ന് കാവേരി ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണ, മുതിർന്നവർ സംസാരിക്കുമ്പോൾ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്. ശാരദ പറയുന്നുണ്ട്, എന്തോ ചടങ്ങുണ്ടെന്ന് പറയുന്നു, എന്നിട്ട് അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുവാണോ,
എന്താ ചടങ്ങ്, അതിനെപ്പറ്റി അമ്മ പറയൂ എന്ന് പറയുമ്പോൾ കാവേരി പറയണം, അമ്മേ മുത്തശ്ശി ഫസ്റ്റ് നൈറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇത് കേട്ട് ചിരിച്ചോണ്ട് നിൽക്കുകയാണ് രാധമ്മയും ശാരദയും, അതായത് അച്ഛമ്മയും ശാരദയും. കാവേരി ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേർക്കും നാണം വന്നോ? ശാരദ പറയണ, ഈ പെണ്ണ് എന്താ ഇങ്ങനെ? കാവേരി ആ സമയത്ത് ചോദിക്കുകയാണ്, ഇത് പറയാനായിരുന്നു എന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഏത് റൂമിലാണ് അവരുടെ റൂം ഒരുക്കേണ്ടത്, എവിടെയാണ്? ശാരദ പറയുന്നുണ്ട്, ഏത് റൂമിലാണെന്ന് ചോദിച്ചാൽ ഗംഗയുടെ മുറിയിൽ എന്ന് പറയുമ്പോൾ കാവേരി പറയണം, അമ്മ ഞങ്ങൾ എല്ലാവരും കൂടിയല്ലേ അവിടെ കിടന്നുറങ്ങുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞ് ഒരു മുറിയില്ലേ, ആ മുറി ആവട്ടെ അവരുടെ റൂം എന്ന് അത് സെറ്റാക്കാം എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ ഒരു ശരി എന്ന് കാവേരിയും പറയുന്നുണ്ട്. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യ്, പെട്ടെന്നുള്ള കല്യാണമായിരുന്നു, അവരുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥ എന്താണെന്ന് കൂടി നമ്മൾ അറിയണ്ടേ. പ്രശ്നങ്ങളുടെ മേലെ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ടാണ് കല്യാണം നടന്നത്, പിന്നെ എങ്ങനെ ആദ്യ രാത്രി? അപ്പോൾ കാവേരി പറയുന്നത്, അമ്മ പറഞ്ഞത് 100% ശരിയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കല്യാണം എന്തായാലും നടന്നില്ലേ, അവരിനി ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. ഞാൻ പോയി വിനീതിനോട് റൂമിലിരിക്കാൻ പറയാം, നീ പോയി ഗംഗയെ കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറയണം. ശാരദ ചോദിക്കുന്നുണ്ട്, ഞാനോ? എനിക്ക് പറ്റില്ല അമ്മേ എന്ന് പറയട്ടോ. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എങ്കിൽ കാവേരി നീ പോ. കാവേരി ചോദിക്കുന്നുണ്ട്, ഞാനോ? ഞാൻ എങ്ങനെയാ മുത്തശ്ശി? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാത്തിനെ പറ്റി നല്ല വിവരമുള്ള ആളെപ്പോലെയാണല്ലോ സംസാരം. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, മുത്തശ്ശി എന്തേ പറയുന്നത്? ഗംഗേച്ചി, ഇന്ന് ഗംഗേച്ചിയുടെ ആദ്യ രാത്രിയാണ്, ഗംഗേച്ചി ആ റൂമിലേക്ക് പോ എന്ന് പറഞ്ഞാൽ ഗംഗേച്ചി എന്നോട് ദേഷ്യപ്പെടും എന്ന് പറയട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ പറയാനോ അവള്? എങ്കിൽ നീ പോ, ഞാൻ തന്നെ ഗംഗയെ കൂട്ടിക്കൊണ്ട് വരാം. കാവേരി പറയുന്നുണ്ട്, മുത്തശ്ശി ഗംഗേച്ചിയുടെ കയ്യിൽ പാലും പഴമൊക്കെ കൊടുത്തു വിടണേ. മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ പണ്ടത്തെ രീതിയല്ലേ, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ പറയണം മുത്തശ്ശി. പിന്നീടാണെങ്കിൽ വിനീത് വാങ്ങിച്ചു കൊടുത്ത സാരി കൊടുത്ത് നന്നായി ഒരുങ്ങിയിരിക്കുകയാണ് ഗംഗ. രണ്ടാമത് രണ്ട് സാരി വാങ്ങിക്കൊടുത്തല്ലോ, ഒന്ന് കല്യാണത്തിനും പിന്നെ അതിന് ശേഷം. അപ്പോൾ യമുനയും നിളയും ഗംഗയുടെ കല്യാണത്തെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നിള പറയാണ്, ഗംഗേച്ചി വിനീതേട്ടനെ കല്യാണം കഴിച്ചു, ഞങ്ങളൊക്കെ ആരെയായിരിക്കും കല്യാണം കഴിക്കാമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ യമുന ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് വേണ്ടി ഇപ്പോഴേ ചെക്കനെ അന്വേഷിച്ച് വെക്കണമെന്ന് ചോദിക്കുകയാണ്. കുറച്ചൊക്കെ വളർന്നിട്ട് പോരെയെന്ന് പറയുമ്പോൾ ഗംഗ പറയാണ്, നീ പഠിച്ച് വലിയ ആളാകണം, അപ്പോൾ നിനക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് ചേച്ചി നിൻ്റെ കല്യാണം നടത്തും, നീ ആഗ്രഹിച്ചതുപോലെ ഒരു വലിയ കല്യാണമായിട്ട് നടത്തും എന്ന് പറയുമ്പോൾ യമുന ചോദിക്കുന്നുണ്ട്, ഗംഗേച്ചിക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു കല്യാണം നടക്കാത്തതിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കാട്ടോ. ഗംഗ പറയാണ്, അങ്ങനെയൊന്നും ഇല്ലടി, ഇവിടെ വന്ന്. അപ്പം മുത്തശ്ശി അങ്ങോട്ട് പറയുന്നുണ്ട്, ഗംഗെ വിനീത് തനിച്ചിരിക്കുകയാണ്, വാ. നില ചോദിക്കുന്നുണ്ട്, വിനീതേട്ടൻ തനിച്ചിരിക്കുന്നതിന് എന്തിനാ ഗംഗ ചേച്ചി വിളിക്കുന്നത്? അപ്പോൾ മുത്തശ്ശി പറയും, പിന്നെ വേറെ ആരെയും വിളിക്കുക, നീ വാ എന്ന് പറഞ്ഞിട്ട് ഗംഗയുടെ കയ്യിൽ പിടിച്ച് വിളിക്കാട്ടോ. അപ്പോൾ നിങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഗംഗേച്ചി എപ്പോഴാണ് വരുന്നത്, നമുക്ക് ഉറങ്ങണ്ടേ എന്ന് ചോദിക്കുകയാണേ. മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി നിൻ്റെ ചേച്ചി നിങ്ങളുടെ കൂടെ അല്ല ഉറങ്ങുന്നത്, അതെന്തായെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവളിങ്ങനെ ഓരോന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഗംഗ നീ വന്നേ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഗംഗയും കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. നില ചോദിക്കുന്നുണ്ട്, ഇനി ഗംഗേച്ചി വിനീതൻ്റെ റൂമിലാണോ കിടക്കുക? യമുന പറയണേ, ഇവളുടെ ഒരു കാര്യം ദേ നോക്കുന്നില്ല, ഗംഗേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ഇനി ഗംഗേച്ചി വിനീതേട്ടൻ്റെ റൂമിലാക്കിയിരിക്കും കഴിയുക. അപ്പോൾ കാവേരി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം ഉറങ്ങാൻ വരില്ല അല്ലേ? ഇല്ല എന്ന് യമുന പറയുമ്പോൾ നില പറയണം, നിങ്ങളുടെ ഓരോരുത്തരുടെയും കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ, അപ്പോൾ നീ അമ്മയുടെ കൂടെ കിടന്നാൽ മതി. നില പറയണം, എങ്കിൽ പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ അമ്മയുടെ കൂടെ കിടന്നോളാം. അങ്ങനെ നില ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. തുടർന്ന് വിനീതും നിവിനും ടെൻഷനോട് കൂടിയിട്ട് അവിടെ ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. അതായത് റൂമിൽ ആ സെറ്റിൽ നിന്ന് വിനീതിനോട് റൂമിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിനീതാണെങ്കിൽ പോകാൻ മടിച്ചിട്ട് നിവിനെയും കൂട്ടിയിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ നിവിനെയും കൂട്ടിയിട്ടാണ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നിവിൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ നിവിനെ വിടുന്നില്ല കേട്ടോ. എടാ ഇവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തിയേക്കാണ് വിനീത്. അങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കയ്യിൽ പാൽ ഗ്ലാസ്സൊക്കെ ആയിട്ട് ഗംഗയും കൂട്ടിയിട്ട് റൂമിലേക്ക് മുത്തശ്ശി വരുന്നത്. പിന്നാലെ ശാരദയും വരുന്നുണ്ട് കേട്ടോ. ശാരദ കുറച്ചപ്പുറത്ത് മാറി നിൽക്കുകയാണ്, കാവേരിയും കുറച്ചപ്പുറത്ത് മാറി നിന്ന് അവരെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് നിവിനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നിവിനെ എന്ന് വിളിച്ച് ടെൻഷനോട് കൂടിയിട്ട് കയ്യിലേക്ക് പിടിക്കുകയാണ് വിനീത്. നിവിനെ കാണുന്ന മുത്തശ്ശി നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിവിൻ പറയണ, വിനീത് എൻ്റെ കൈ വിട്, ഞാൻ പോട്ടെ എന്ന് ചോദിക്കുന്നത് കേട്ടില്ല എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ, എടാ നീ ഇവിടെ എന്ത് ചെയ്യുക എന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. സംസാരിച്ചിരിക്കുകയാണെന്ന് നിവിൻ പറയുമ്പോൾ മുത്തശ്ശി പറയണം, നിനക്ക് സംസാരിക്കാൻ കണ്ട സമയം കണ്ടില്ലേ, രാവിലെ മുതൽ നിങ്ങൾ സംസാരിക്കുകയായിരുന്നല്ലോ, ഇനിയും സംസാരിച്ച് തീർന്നില്ലേ? നിവിൻ പറയാണ്, സോറി മുത്തശ്ശി, ഞാൻ പോവാം, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വിനീതിൻ്റെ കയ്യിലേക്ക് വിടിവെക്കുമ്പോൾ നിവിൻ പറയണം, നിന്നെ വിശ്വസിച്ച് ഞാൻ ഈ റൂമിൽ ഇരുന്നതാണ്, എനിക്കിത് തന്നെ വേണം. അങ്ങനെ വിനീതിൻ്റെ കൈ തട്ടി മാറ്റി നിവിൻ റൂമിൽ നിന്ന് പോവണം. വിനീത എന്ന് വിളിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് വിനീതിൻ്റെ കയ്യിലേക്ക് പിടിച്ച് ഗംഗയെ അരികിലേക്ക് നിർത്തി റൂമിന് പുറത്തേക്ക് ഇറങ്ങി വാതിലടയ്ക്കുകയാണ് മുത്തശ്ശി.
അങ്ങനെ വാതിലടക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടി ഗംഗയെ നോക്കുകയാണ് വിനീത്. വിനീതനാണെങ്കിൽ കൈയും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടെൻഷനാണ്. ശാരദ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, അവൾ അമ്മയോട് ദേഷ്യപ്പെട്ടൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാണ്, ഇതിൽ ദേഷ്യപ്പെടാൻ എന്താടി ഉള്ളത്? അവരുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയെല്ലാം നന്നായി നടക്കും, നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. അങ്ങനെ മുത്തശ്ശി അവിടെ നിന്ന് പോകുമ്പോൾ കൈകൂപ്പി ശാരദ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഗംഗയ്ക്ക് നല്ലത് വരുത്തണേ, ഗംഗയ്ക്ക് സന്തോഷം സമാധാനമൊക്കെ കൊടുക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ കാവേരി ആണെങ്കിൽ അടുത്തേക്ക് വന്നിട്ട്, ചേച്ചിക്ക് ഒരു കുഴപ്പവുമില്ല, ചേച്ചി സന്തോഷമായിട്ട് ജീവിക്കും, അമ്മ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് കാവേരിയുടെ ഫോട്ടോ ഇതൊക്കെ നോക്കി പുറത്ത് നിൽക്കുകയാണ് നിവിൻ. അരികിലേക്ക് വന്ന കാവേരി ചോദിക്കുന്നുണ്ട്, ഇതുവരെ പോയില്ലേ? വിനീതേട്ടൻ ഇനിയും പേടിയൊന്നും കാണിക്കത്തില്ല, ഇനി നിവിനെ വിളിക്കില്ല, ധൈര്യമായിട്ട് പോകാം എന്ന് പറയട്ടോ. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, അതല്ല, എൻ്റെ കാറിൻ്റെ കീ അകത്താണ്. കാവേരി പറയുന്നുണ്ട്, കീ അല്ലേ, അകത്ത് പോയി എടുക്കണം. അപ്പോൾ നിവിൻ പറയണം, തിരിച്ചകത്തേക്ക് വരാൻ തോന്നിയില്ല. കാവേരി പറയുന്നത്, നല്ല ആളാണ്, എനിക്ക് നിവിന് വേണ്ടി ഒരു സഹായം ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്, എന്താണെന്ന് നിവിൻ ചോദിക്കുമ്പോൾ കാറിൻ്റെ കീ എടുത്ത് നിവിൻ്റെ നേരെ നീട്ടണം. കീ വാങ്ങിച്ച് നിവിൻ സന്തോഷത്തോട് കൂടിയിട്ട് താങ്ക്സ് പറയുമ്പോൾ കാവേരി പറയണം, രാവിലെ മുതൽ എനിക്കല്ലേ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നത്, അതിന് ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത് എന്ന് പറയട്ടോ. എൻ്റെ കൂട്ടുകാരൻ വിനീതിൻ്റെ കല്യാണമല്ലേ, ഞാനില്ലാതെ പിന്നെ എങ്ങനെ കല്യാണം നടക്കുക? കാവേരി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ നിവിൻ ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാവേരി പറയുന്നുണ്ട്, എന്ത് പറയാനാ, നല്ല തണുപ്പുണ്ട്, തണുപ്പ് കൂടുന്നതിന് മുൻപ് പോകാൻ നോക്ക് എന്ന് പറയാട്ടോ. അപ്പോൾ നിവിൻ ചോദിക്കുകയാണ്, ഈ തണുപ്പൊക്കെ എൻ്റെ ബോഡി താങ്ങും, വേറെ എന്തെങ്കിലും? കാവേരി വേറെ എന്തെങ്കിലും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഗംഗേച്ചിയുടെ കല്യാണമൊക്കെ നല്ല രീതിയിൽ നടന്നില്ലേ, ഇനിയും കല്യാണ നിശ്ചയം എന്നൊക്കെ പറഞ്ഞ് ആരുടെ മുന്നിലും പോയി ഗംഗേച്ചിക്ക് നിൽക്കണ്ടല്ലോ, ചേച്ചി വിനീതേട്ടൻ്റെ ഒപ്പം സന്തോഷമായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയണ കാവേരി. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, അതൊക്കെ വിനീത് നോക്കിക്കോളും, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ഇനി എന്നിങ്ങനെ പകുതി വെച്ച് നിർത്തുക കേട്ടോ. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, ഇനി എന്താ, മനസ്സിലായില്ല. നിവിൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ കാവേരി പറയണ, നിവിൻ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് കിടന്നുറങ്ങാമായിരുന്നു എന്ന് പറയട്ടോ. അതല്ല, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ഇനി അടുത്തത് കാവേരിയുടെ കല്യാണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് കാവേരി നാണത്തോട് കൂടിയിട്ട് ചിരിക്കുകയാണ്. കാവേരി ചോദിക്കുകയാണ്, അതിന് നിവിൻ എന്തിനാ ഇങ്ങനെ നാണിച്ച് ചിരിക്കുന്നത്? നിവിൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, അടുത്തത് കാവേരിയുടെ കല്യാണമല്ലേ എന്ന് പറയുമ്പോൾ, കല്യാണത്തെക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും ആലോചിക്കാൻ പറ്റില്ല, ഒരുപാട് ക്യാഷ് സമ്പാദിക്കണം, പിന്നെ നിൻ്റെ അമ്മയെക്കാട്ടിലും വലിയ പണക്കാരിയായിട്ട് എനിക്ക് ജീവിക്കണം, ഒരുപാട് ഇങ്ങനെ ഗസ്റ്റ് റൂമൊക്കെ, അതായത് ഇങ്ങനെ റിസോർട്ടൊക്കെ പണിയണം എന്നൊക്കെ പറയണം. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, അത് കാവേരിയുടെ ലക്ഷ്യമല്ലേ, അതിനും കല്യാണത്തിനും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ കാവേരി പറയണ, ബന്ധമുണ്ട്, കല്യാണം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലക്ഷ്യം ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ നിവിൻ ചോദിക്കുകയാണ്, ആ ലക്ഷ്യം നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റിയാലോ എന്ന് ചോദിക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, ആളെ പിന്നെ എപ്പോഴേ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാട്ടോ. കല്യാണത്തെ പറ്റി ആലോചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ ആളെ കിട്ടി എന്ന് പറയുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ, അതങ്ങനെയാണ് എന്ന് കാവേരി പറയുമ്പോൾ നിവിൻ ചോദിക്കുകയാണ്, കാവേരിക്ക് ബോയ് ഫ്രണ്ട്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാവേരി ആണെങ്കിൽ നാണത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട്, ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ നിവിൻ്റെ ചങ്ക് തകർന്നു പോവുകയാണ്, വിശ്വസിക്കാനാവാതെ വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ ബോയ് ഫ്രണ്ടോ, കാവേരി ചുമ്മാ പറയുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ചുമ്മാ പറയുന്നത്, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇത് കേട്ട് വളരെ സങ്കടം തോന്നുകയാണ് നിവിന്. തൻ്റെ സീനിയറായി പഠിച്ച ആളാണ് ബോയ് ഫ്രണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. എന്നിട്ട് പറയണം, ഒരു ദിവസം ഞാൻ അവനെ നിനക്ക് പരിചയപ്പെടുത്തി തരാം, നിവിന് പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാറിൻ്റെ അരികിലേക്ക് ചെന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ആലോചിച്ച് നിൽക്കുമ്പോൾ കാവേരി നിവിനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിവിൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ് കാവേരി. അങ്ങനെ തുടർന്ന് ടെൻഷനോട് കൂടിയിട്ട് നിൽക്കുന്ന വിനീത് പാലുമായി നിൽക്കുന്ന ഗംഗയോട് പറയുന്നുണ്ട്, ഗംഗ ഇവിടെ ഇരിക്കുകയും. ഇത് കേട്ടിട്ട് ഗംഗ ബെഡിലേക്ക് ഇരിക്കുമ്പോൾ വിനീത് അരികിലേക്ക് ഇരിക്കുകയാണ്. സംസാരിക്കാനാവാതെ വിനീത് മനസ്സിലിങ്ങനെ പറയണം, വിനീതെ സംസാരിക്കുക, ഇത്രയും വർഷം കാത്തിരുന്ന ദിവസമാണെന്ന് കൂടുതൽ ആലോചിക്കാതെ സംസാരിക്കും വിനീതെന്ന് ഇങ്ങനെ മനസ്സിൽ പറയണേ. അങ്ങനെ വിനീത് ഗംഗയെ നോക്കുമ്പോൾ ഗംഗ തിരിഞ്ഞ് വിനീതിനെ നോക്കുകയാണ്. വിനീത് മനസ്സിൽ പറയുന്നുണ്ട്, ഇത് സ്വപ്നമാണോ സത്യമാണോ, രണ്ടുപേരും ഒരു കട്ടിലിരിക്കുന്നു. വിനീത് ഗംഗ എന്ന് വിളിക്കുന്നുണ്ട്. ഗംഗ തിരിഞ്ഞ് നോക്കുകയാണ്. പെട്ടെന്ന് നിർത്താതെ ചുമക്കുകയാണ് വിനീത്. വെള്ളം വേണമെന്ന് വിനീത് പറയുമ്പോൾ ചുറ്റും നോക്കിയിട്ട് ഗംഗ ചോദിക്കുന്നു, പാല് എന്ന് പറയട്ടെ. അപ്പം പാലിതാ എന്ന് പറഞ്ഞ് വിനീത് ഗംഗയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങുകയാണ്. വിനീതിൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്. ഗംഗ ശ്രദ്ധിക്കുകയാണ്. അല്പം പാല് താഴേക്കൊക്കെ പോകുന്നുണ്ട്. വിനീത്, അയ്യോ പാല് താഴെ പോയല്ലോ, ഞാൻ തുടക്കാം എന്ന് ഗംഗ പറയുമ്പോൾ, വേണ്ട ഞാൻ തുടച്ചോളാം എന്ന് പറഞ്ഞ് ഗംഗയുടെ കയ്യിലേക്ക് പാല് ഗ്ലാസ് കൊടുത്തൊരു തുണി എടുത്തുകൊണ്ട് വന്നിട്ട് തറ തുടക്കുകയാണ് വിനീത്.
ഗംഗ വിനീതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. വിനീത് പുഞ്ചിരിച്ച് ഗംഗ ഇങ്ങനെ നോക്കുകയാണ്. തുടർന്ന് സോറി എന്നൊക്കെ പറഞ്ഞ് വിനീത് വീണ്ടും അരികിലേക്ക് ഇരിക്കുന്നുണ്ട്. ഗംഗ പാല് വിനീതിൻ്റെ കയ്യിലേക്ക് വീണ്ടും കൊടുക്കുമ്പോൾ ടെൻഷനോട് കൂടിയിട്ട് പാല് വാങ്ങി കൊടുക്കുകയാണ് വിനീത്. വിനീത് പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസമേ ശരിയല്ല, 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, അതിൻ്റെ ആവാം നല്ല ക്ഷീണം, ഗംഗയ്ക്ക് നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങിക്കോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഗംഗ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ പുതപ്പൊക്കെ എടുത്ത് പുതപ്പിക്കുകയാണ് വിനീത്. ഗംഗ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് വിനീതിനെ നോക്കുമ്പോൾ ഗംഗയെ നോക്കി പുഞ്ചിരിച്ച് വിനീതും ഉറങ്ങാൻ കിടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ചായയുമായിട്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് വരികയാണ് ശാരദ. തൊട്ടരികിൽ കാവേരി ഉണ്ട് കേട്ടോ. മുത്തശ്ശി ചോദിക്കേണ്ടത് ഗംഗ എഴുന്നേറ്റവും ചോദിക്കുമ്പോൾ ശാരദ പറയണ എഴുന്നേറ്റില്ല എന്ന് തോന്നുന്നു, ഇതുവരെ റൂം തുറന്നിട്ടില്ല എന്ന് പറയണം. കുളി കഴിഞ്ഞ് ഗംഗ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഗംഗയെ ശ്രദ്ധിക്കുക കേട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഗംഗി രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നന്നായി ഉറങ്ങി എന്ന് പറയണം. വിനീത് എവിടെ എന്ന് ശാരദ ചോദിക്കുകയാണ്. എഴുന്നേറ്റിട്ടില്ല എന്ന് പറയണം. കുറച്ചു നേരം കൂടി കിടന്നുറങ്ങാൻ വിടായിരുന്നു. ഗംഗ പറയുന്നുണ്ട്, ഞാൻ എന്നും എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ എഴുന്നേറ്റതാണ് എന്ന് പറയണ ഗംഗ. അവർ ചായക്കപ്പം വാങ്ങി, ഗംഗ ചായക്കപ്പം വാങ്ങിയിട്ട് അകത്തേക്ക് പോവുക കേട്ടോ. അവരുടെ ചായക്കപ്പൊക്കെ വാങ്ങിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം വിനീതാണെങ്കിൽ ഉണർന്നിട്ട് ആകെ തത്രപ്പാടിലാണ്. എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥയിലാട്ടോ വിനീത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനീതിന് ഡ്രസ്സൊക്കെ അലമാരിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. അതായത് അച്ഛൻ്റെ ഡ്രസ്സ്, അരവിന്ദേട്ടൻ്റെ ഡ്രസ്സുകളൊക്കെയാണ് എടുത്തു കൊടുക്കുന്നത്. തൽക്കാലം അതിടാനാണ് പറയുന്നത്. പക്ഷേ അപ്പോഴാണ് ഒരു അബദ്ധം മനസ്സിലായിട്ടുള്ളത്. വിനീത് ശ്രദ്ധിക്കുന്നത് അണ്ടർവെയർ ഇല്ല എന്നുള്ളത്. പെട്ടെന്ന് തന്നെ വിനീത് നിവിനെ വിളിക്കുന്നുണ്ട്, എടാ എനിക്ക് ഡ്രസ്സ് അത്യാവശ്യമായിട്ടൊരു സാധനം വേണം എന്ന് പറയുമ്പോൾ ഈ സമയത്ത് എവിടുന്ന് കടയൊക്കെ തുറക്കാനാണ്, ഇപ്പോൾ അതൊന്നും കിട്ടില്ല എന്ന് പറയാട്ടോ. എടാ നീ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തന്നേ മതിയാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വിനീത് വിളിച്ചിട്ട്. എടാ ഇപ്പോൾ ഒന്നും കട തുറക്കാൻ പറ്റത്തില്ല, കടയൊന്നും തുറക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിനീത് എങ്ങനെയൊക്കെയോ ആ ഡ്രസ്സ് അരവിന്ദേട്ടൻ്റെ ഷർട്ടും മുണ്ടൊക്കെ ധരിച്ചിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ആകെ എല്ലാവരുടെ മുന്നിലും നാണം കെട്ടിട്ടാണ് ഇങ്ങനെ, ആകെ ഒരു നാണക്കേടുണ്ട് ആൾക്ക് അണ്ടർവെയർ ധരിക്കാഞ്ഞിട്ട്. എന്നിട്ടാണെങ്കിൽ ഷർട്ട് ഇങ്ങനെ താഴ്ത്തി വലിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതെന്താ വിനീത് ഇങ്ങനെ, ഒന്നുമില്ല. അപ്പം അവരുടെ മുന്നിലൊക്കെ ചെന്ന് നിൽക്കാൻ ഭയങ്കര നാണം. പെട്ടെന്ന് എങ്ങനെയൊക്കെയോ ഒരു വിധം തടി തപ്പി അവിടെ നിന്ന് കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ വിനീത് എന്താ ഇങ്ങനെ പോകുന്നത് എന്നുള്ളത് ഇങ്ങനെ സംശയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ഗംഗ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.